പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കമ്മീഷൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ അട്ടപ്പാടി കേന്ദ്രീകരിച്ചിട്ടുള്ള ട്രൈബൽ കോളനികളിലെ സന്ദർശനം നടത്തിയത്. എന്താണ് ഈ ട്രൈബൽ കോളനികളുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? ഈ SC/ST കമ്മീഷൻ അംഗം എന്ന നിലയിൽ എന്താണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? അട്ടപ്പാടി എന്ന് പറയുന്നത് ഈ ആദിവാസി വിഭാഗങ്ങൾ ഏറെയുള്ള ഒരു പ്രദേശമാണ്. ഈ അട്ടപ്പാടി 3 പഞ്ചായത്തുകളിലായിട്ടാണ് നിലനിൽക്കുന്നത്. ഈ 3 പഞ്ചായത്ത് ഏതാണ്ട് 50% വർഗ ജനവിഭാഗമാണുള്ളത്. ഈ പട്ടികവർഗ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അതിനാവശ്യമാകുന്ന തരത്തിൽ അവർക്ക് കുറേ കൂടി മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാനും ഏതൊക്കെ തരത്തിലാണ് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത്? അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സന്നദ്ധ സംഘടനകൾക്ക് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാം? ഇന്ന് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ? നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ എന്തൊക്കെ ചെയ്യാം? അവരുടെ വരുമാന മാർഗം എങ്ങനെ വർദ്ധിപ്പിക്കാം? അവരുടെ സാമ്പത്തിക തലത്തിൽ മാത്രമല്ല, അവരുടെ സാമൂഹ്യ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ എന്തൊക്കെ കഴിയും? ഈ ഒരു അന്വേഷണം ഞങ്ങൾ സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗങ്ങളിലും പട്ടികജാതി ജനവിഭാഗങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അട്ടപ്പാടിയിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ സന്ദർശനം നടത്തിയത്. ഇതെല്ലാ ഊരുകളിലും ഞങ്ങൾക്ക് സന്ദർശിക്കാൻ വേണ്ടി കഴിയിട്ടില്ല. വിവിധ ഉന്നതികളുണ്ട്. പക്ഷേ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ചില കേന്ദ്രങ്ങളിലേക്കാണ് ഇത് അന്വേഷണം നടത്തിയത്. അതിൽ തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എത്ര വർഷമായിട്ടുണ്ടാവും വാസുവേട്ടൻ ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി? ആ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിനിടയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് സമൂഹത്തിന് ഉതകുന്ന, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഉതകുന്ന തരത്തിൽ എന്തെല്ലാം ചെയ്യാൻ വേണ്ടി സാധിച്ചു? നമ്മുടെ രാജ്യത്തെ പട്ടിക ഗോത്ര വിഭാഗങ്ങളുടെയും പട്ടികജാതി ജനവിഭാഗങ്ങളുടെയും പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും അവരുടെ പ്രയാസ ലഘൂകരണത്തിന് വേണ്ടി എന്തൊക്കെ തരത്തിൽ ഇടപെടാനാവും ഈ പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് ദേശീയ തലത്തിലൊരു കമ്മീഷൻ ഉള്ളത്. എന്നാൽ 2007 കേരളത്തിലെ നിയമസഭ പാസ്സാക്കിയ പ്രത്യേകമായിട്ടുള്ള SC/ST ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് 2008 ഈ കമ്മീഷൻ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ പ്രവർത്തിക്കാൻ വേണ്ടി ആരംഭിക്കുന്നത്. ഈ കമ്മീഷന്റെ 6ാമത്തെ കമ്മീഷനാണ് ഇപ്പോൾ ഞങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഈ കമ്മീഷൻ. ഇത് കഴിഞ്ഞ ജനുവരി 9-ാം തീയതി, അതായത് 2024 ജനുവരി 9 മുതലാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഈ ഒരു വർഷക്കാലത്തിനകത്ത് വലിയ ഇടപെടൽ നടത്താൻ കുറേയൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ കോവിഡ് പോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തെ ബാധിച്ചപ്പോൾ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി പോലും തടസ്സമായി 2019 മുതലുള്ള വിവിധ പരാതികൾ പരിഹരിക്കാതെ നിലനിന്നിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് ആ പരാതികൾ കുറേയേറെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ ഒരു ജില്ലയിലെ കൂടി അദാലത്തുകൾ നടത്തിക്കഴിഞ്ഞാൽ ഈ 14 ജില്ലാ അദാലത്തുകൾ നടത്താൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ ഇതിന് വിവിധ തടസ്സങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഒരൊറ്റ വിഷയം മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനം ഈ മാർച്ച് മാസം പോലെയുള്ള വർഷത്തിൽ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടി ലഭ്യമല്ല. ആ പ്രയാസം ഉണ്ടായിരുന്നു. പിന്നീടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിവിധ ഉദ്യോഗസ്ഥന്മാരെ അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പോലും പറ്റില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾ 16 അദാലത്തുകൾ ഇതിന്റെ ഭാഗമായി നടത്തി. ചില ജില്ലകളിൽ ഒന്നിലേറെ അദാലത്തുകൾ നടത്താൻ വേണ്ടി പറ്റി. എറണാകുളം ജില്ലയിലെ അദാലത്ത് പൂർത്തീകരിച്ച ജില്ലയിലെ എല്ലാ ജില്ലകളിലും അദാലത്ത് നടത്താം. അതിന് വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.
ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സമഗ്രമായിട്ട് തന്നെ ഒരു പദ്ധതി സർക്കാരിൻ്റെ മുന്നിൽ വെക്കുക എന്നുള്ളതാണ്. അതിന് ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ടില്ല, പൂർണ്ണമായിട്ടില്ല. പക്ഷെ ചില നിർദ്ദേശങ്ങൾ ഇതിനകം ഞങ്ങൾ സംസ്ഥാന സർക്കാരിന് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി തന്നെ ഈ അട്ടപ്പാടിയിലെ MRS ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ തന്നെ ഇടപെടേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ കേരളത്തിലെ എല്ലാ MRSകളും ഞങ്ങൾ ഇതിനകം കമ്മീഷൻ അംഗങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് സന്ദർശിക്കാൻ കഴിയാത്ത 3 MRSകളാണ് ഉണ്ടായിരുന്നത്. അതിലൊരു MRS ആണ് ഇന്ന് സന്ദർശിക്കാൻ കഴിഞ്ഞത്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കൊണ്ടാണല്ലോ ഈ പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അംഗമായി കടന്നു വന്നത്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു നോമിനി എന്ന നിലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഈ രംഗത്ത് എന്തെങ്കിലും തടസ്സം ഉണ്ടോ? രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നോമിനിയായി മാറി ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നോമിനിയാണ്. സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കമ്മീഷൻ അംഗമായിരുന്നത്, പാർട്ടി എന്ന നിലയിലേക്കല്ല. അതുകൊണ്ട് കമ്മീഷൻ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടൊരു നിശ്ചയിതമായിട്ടുള്ള അംഗീകരിക്കപ്പെട്ട നിയമ സംവിധാനത്തിനകത്ത് പ്രവർത്തിച്ച് അതിനോട് കൃത്യമായി നീതി പുലർത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ ഭാഗമായിട്ടൊരു തടസ്സമല്ല. അതുകൊണ്ട് ഇതിന്റെ ഈ നിയമവ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാവും. TK വാസു എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവും സമരോത്സുകമായ വിദ്യാർത്ഥി പോരാട്ടങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ 90കളുടെ കാലഘട്ടങ്ങളിൽ കൊടിയ മർദ്ദനത്തിൽ, അതായത് അധികാരത്തിന്റെ മർദ്ദന ഉപകരണങ്ങളുടെ, പോലീസ് ഉൾപ്പെടെയുള്ള മർദ്ദിത ഉപകരണങ്ങളുടെ ഭീകരമായ കൊടും ക്രൂരതകൾക്ക് ഇടവന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കേൾക്കാൻ വേണ്ടി പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അതിൽ എത്ര കണ്ട് സത്യമുണ്ട്? ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനാ കാലവും യുവജന സംഘടനാ കാലവും വളരെ പ്രധാനമായും അതിശക്തമായിട്ടുള്ള സമരങ്ങളുടെ കാലമായിരുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിൽ കൂത്തുപറമ്പ് സംഭവമടക്കം നടക്കുന്നത്, കേരളത്തിൽ ഒരുപക്ഷെ ഒരു സമരമുഖത്ത് 5 പേർ കൊല്ലപ്പെടുന്നൊരു സമരം, അത് സ്വതന്ത്ര ഇന്ത്യയിൽ മറ്റൊന്നുണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത്തരമൊരു സമരമടക്കം നടന്ന വലിയ സമരങ്ങളുടെ കാലത്താണ് ഞാൻ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകനും നേതാവും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അക്കാലത്ത് ഞാൻ മാത്രമല്ല, ഒരു നിരയാകമാനം, കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനാ നേതൃത്വ നിരയിൽ ആകമാനം അതിഭീകരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് വിധേയമായിട്ടുള്ള കാലമാണ്. അത്തരമൊരു മർദ്ദന ഘട്ടത്തിൽ മർദ്ദനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാകാത്ത കാലമാണ്. ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിലേക്ക് കൊടിയ മർദ്ദനങ്ങളിൽ എന്നോളം മർദ്ദനമേറ്റിട്ടുള്ളവർ കുറച്ചുപേര് മാത്രമേ ഉണ്ടാകാനിടയുള്ളൂ. ഒരു 12 തവണ പോലീസിന്റെ മർദ്ദനത്തിന് വിധേയനായി. അതിലൊരു 3 തവണയുള്ള ആക്രമണം എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ്. അതൊരു കാലത്തിന്റെ പ്രത്യേകതയാണ്. അതിനുശേഷമുള്ള യൗവനത്തിന്റെ കാലമായിരുന്നാലും ഈ സമരങ്ങളുടെ കാലത്ത് അതിൻ്റെ ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതൊരിക്കലും അന്നൊരു വേദനയല്ല ഉണ്ടായിട്ടുള്ളത്, ഒരു വലിയ ആവേശമാണ്. പക്ഷെ ഒരുപക്ഷെ ഇന്ന് കുറേയും കൂടി വയസ്സൊക്കെ മാറി വരുമ്പോൾ, നമ്മൾ കാലം കഴിയുമ്പോൾ ആ പീഡനങ്ങളുടെ വേദന ഇല്ലെങ്കിലും ശരീരം അതിന് നോവ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ആ കാലത്തന്ന് നമുക്കത് പ്രകടമായില്ലെങ്കിൽ ഇന്നതിൻ്റെ നോവുണ്ട്. മഞ്ഞുകാലങ്ങളാകുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക അവശതയോ വേദനയോ ഒക്കെ പ്രകടമാണ്. പക്ഷെ ഒരിക്കൽ പോലും എനിക്കതിനകത്തൊരു കുറ്റബോധമോ പ്രയാസമോ തോന്നിയിട്ടില്ല. അന്നത്തെ കാലത്തൊരു അനിവാര്യതയായിരുന്നു അത് എന്നാണ്. പ്രതിഷേധം സർക്കാരിനെതിരായിരുന്നു, സർക്കാരിൻ്റെ ഭരണ സംവിധാനത്തിനെതിരായിരുന്നു. അത് ആ കാലത്ത് ഉയർത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അത് നിർവഹിച്ചിട്ടുണ്ട് എന്ന ചരിതാർത്ഥ്യമാണ് എനിക്ക് ആ കാര്യത്തിലുള്ളത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറയുന്ന ഒരു കവിവചനം പോലെ പോരാട്ടമാണ് ജീവിതം എന്ന ഒരു യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടു. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഒരു പക്ഷേ കൊടിയ ദാരിദ്ര്യം അനുഭവിക്കപ്പെട്ട ഒരു കാലത്താണ് വാസുവേട്ടൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായി മാറുന്നത്.
ഈ ദാരിദ്ര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ബാല്യകാലത്തും രാഷ്ട്രീയമാണ് എൻ്റെ ജീവിതം മാർഗം അല്ലെങ്കിൽ ജീവിതാഭിലാഷം എന്നൊരു തോന്നൽ ഉണ്ടാകാൻ എങ്ങനെയാണ് വാസുവേട്ടന് സാധിച്ചത്? എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു എന്നതൊരു വസ്തുതയാണ്. അത് എന്നെയോ എൻ്റെ കുടുംബത്തെയോ മാത്രം ബാധിക്കുന്നതായിരുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു വലിയ വിഭാഗം ആ കാലഘട്ടങ്ങളിൽ വലിയ ജീവിത രംഗത്ത് വലിയ തരത്തിലുള്ള ദുരിതത്തിന് വിധേയരായിട്ടുമുണ്ട്. പട്ടിണി തന്നെയായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇല്ലായ്മ വലിയ പ്രകടമായിരുന്നു. അതൊരു പക്ഷേ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അതിദാരിദ്ര്യത്തിന്റെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു കാരണം എന്ന് പറയുന്നത് എൻ്റെ 3.5-4 വയസ്സിനകത്ത് എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അമ്മ മാത്രമാണുള്ളത്. അമ്മ മാത്രം അധ്വാനിച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് ഞങ്ങളുടെ 6 കുടുംബം ജീവിക്കാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഭക്ഷണത്തിന് വേണ്ടി ഒരു പക്ഷേ ചെറുപ്പത്തിൽ ചെറിയ ചെറിയ പണി എടുക്കാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഉച്ചഭക്ഷണം സ്കൂളിൽ പോകുമ്പോൾ ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നില്ല. അത് എപ്പോഴും പ്രയാസമൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ പ്രയാസം തോന്നിയിരുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത്, ഞാൻ സ്കൂളിലെ ബാസ്കറ്റ്ബോൾ ടീമിന്റെ അംഗമായി. അത് ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടീസ് നടക്കും. എല്ലാവരും ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ശാരീരികമായി അത്ര വലിയ പ്രയാസമൊന്നും ഇല്ലാതെയാണ് ആ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുക. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത്. അപ്പോൾ ആ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ബാസ്കറ്റ്ബോളിൽ കളിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ 3:30 ശേഷം 5 മണി വരെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ വിശന്ന വയറുമായിട്ട് തന്നെയാണ്. വീട്ടിൽ വന്നാൽ വലിയ ഭക്ഷണം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനൊക്കെ അതിജീവിച്ചത് ഒരു മനസ്സിൻ്റെ ഒരു കലിപ്പം കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ നടത്തുമായിരുന്നു. തൊട്ടടുത്ത രാവിലെ അടുത്ത വീടുകളിൽ നനയ്ക്കാൻ വേണ്ടി പോകും. രാവിലത്തെ ഭക്ഷണം അതുകൊണ്ട് കഴിയും എന്നതുകൊണ്ട് കൂടിയാണ്. ഞാൻ മാത്രമല്ല, ഞാനും ചേട്ടനും ഒക്കെ അതിനുവേണ്ടി പോവായിരുന്നു. ഈ ദാരിദ്ര്യം തന്നെ ആയിരിക്കാം ഒരു പക്ഷേ മനുഷ്യന്റെ പ്രയാസങ്ങളെ പരിഹരിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടാകുന്നതിനിടയായിരുന്നു. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ തുടങ്ങുന്നതോടുകൂടി വായന ഒരു വലിയ അളവിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്രെറ്റൊക്കെ പറയുന്നത് പോലെ വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അതൊരായുധമാണ്. അത് പരിഷത്തിനെ പോലെയുള്ളവ പാട്ടുപാടിയിട്ടും അത് ഉപയോഗപ്പെടുത്തിയിരുന്നു. അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ആവേശമായിട്ട് തുടിച്ചു നിന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി ഉറക്കമൊഴിച്ചിരുന്നും വായിക്കുക. ആ സമയത്താണ് സാഹിത്യത്തിലും തത്വശാസ്ത്രത്തെയും ഒക്കെ തന്നെ വായിക്കാനോ ഒരല്പം പരിചയപ്പെടാനോ ഒക്കെ കഴിഞ്ഞത്. ഞാൻ വലിയൊരു വായനക്കാരനാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വായന എന്നെ വലിയ അളവിൽ സ്വാധീനിച്ചിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ വി കൃഷ്ണവാര്യർ പറയുന്നത് പോലെ ലോകത്ത് എവിടെ മനുഷ്യന് മർദ്ദനമേൽക്കുന്നു അവിടെയെല്ലാം എൻ്റെ പുറത്താണത് ഏൽക്കുന്നത് എന്നും, മനുഷ്യൻ എവിടെയോ ചങ്ങലക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ ചങ്ങലയുടെ വേദന അനുഭവിക്കുന്നത് എൻ്റെ കൈകളാണ് എന്ന് എൻ വി കൃഷ്ണവാര്യർ പറയുന്നത് പോലെ ലോകത്തുള്ള എല്ലാ പീഡനം അനുഭവിക്കുന്ന മനുഷ്യനും വിമോചനമുണ്ടാകണമെന്നൊരു ആഗ്രഹമാണ് ഒരു പക്ഷേ എന്നെ ഈ സംഘടനാ പ്രവർത്തനത്തിൽ, പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. അതിന് ശേഷം പിന്നെ അറിയുമ്പോഴാണ് ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലേക്ക് തൊഴിലാളി വർഗ പ്രസ്ഥാനം ലോകത്തെ മാനവരാശിയുടെ എല്ലാ വിമോചനത്തെയാണ് അവർ ലക്ഷ്യമാക്കുന്നത്. അതിൽ കേരളത്തിലെ ഒരുപക്ഷെ ദളിത ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രയാസവും അന്ന് എന്നെ വലിയ അളവിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ദളിതന്റെ മാത്രമായിട്ടുള്ള പ്രശ്നപരിഹാരമല്ല, എല്ലാവരുടെയും പ്രശ്നം ആണ് പരിഹരിക്കപ്പെടേണ്ടത് എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു ധാരണയുണ്ടായത്. അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനാ കാലത്ത് വിദ്യാർത്ഥികളുടെ വിമോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം, എല്ലാവർക്കും വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരം, യൗവനകാലത്താകുമ്പോഴേക്കും തൊഴിലിനു വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭങ്ങളിൽ ആ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി മാറുക എന്നത് എൻ്റെ ഒരു അനിവാര്യതയാണ് എന്നൊരു തോന്നൽ എന്നെ ജനിപ്പിച്ചത് ഈ വായനയും ഒക്കെ ആയിരിക്കാം. അതാണ് തുടർച്ചയായിട്ട് ഈ മാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സാഹിത്യ സൃഷ്ടികൾ എന്ന് പറയുന്നത് നിരന്തരമായിട്ട് വായിക്കുക. ഒരുപക്ഷെ നോവലുകൾ ഉണ്ടാക്കുന്ന ഒരു ചലനം അത് മറ്റ് ചില സാഹിത്യ സൃഷ്ടികൾക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ അളവിലുണ്ടാകും. അപ്പം ആ കാലത്ത് വലിയ സിനിമകൾ, വലിയ സാഹിത്യ സൃഷ്ടികൾ വായിക്കാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കലാരംഗത്ത് ഉള്ള ഒരു താല്പര്യം ജനിക്കുന്നതും ആ ഘട്ടത്തിൽ തന്നെയാണ്. ഇപ്പോൾ കഥാപ്രസംഗമൊക്കെ നാടകം ഒക്കെ അങ്ങനെയുള്ളൊരു മാറ്റത്തിന്
ഇടപെട്ടിട്ടുള്ളതാണ്. അപ്പോൾ സാംബശിവനെ പോലെയുള്ളവരുടെ കഥാപ്രസംഗം കേൾക്കുമ്പോൾ സാംബശിവന്റെ കഥാപ്രസംഗം ഉണ്ടാക്കുന്ന വികാരം മാത്രമല്ല, നമുക്ക് ലോക ക്ലാസിക്കുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലാസിക്കുകളുടെ നോവലുകൾ വായിക്കാനുള്ള ഒരു ആഗ്രഹം അത് ജനിപ്പിക്കുന്നുണ്ട്. വിമൽ മിത്രയെ വായിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നെല്ലിൻ്റെ ഗീതം വായിക്കാൻ വേണ്ടി കഴിയും ഒന്ന് തോന്നലുണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഒരു കലാരംഗത്ത് സാഹിത്യരംഗത്ത് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് എപ്പോഴും വെറുതെ ഒരു താളബോധമുള്ള ഒരു കുടുംബമാണ്. പക്ഷെ ഒരുപക്ഷെ എനിക്ക് ആ താളബോധമോ സംഗീതമോ ഒന്നും എന്നിലുണ്ടായിട്ടില്ലെങ്കിലും അതിനൊരു സൂചനകൾ അല്ലെങ്കിൽ അതിനൊരു ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗം ആയി മാറുക എന്നുള്ളതൊരു പ്രധാനമാണ്. വാസേട്ടാ, ഈ ഇന്ത്യയിലെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മഹാഭൂരിഭാഗവും മതപരവും ജാതി പ്രീണനവും വെച്ച് പ്രവർത്തിക്കുന്നവരാണ്. അധികാരത്തിൻ്റെ ശ്രേണിയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടായിരിക്കാം. വാസുവേട്ടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇത്തരത്തിലുള്ള മതപരമോ ജാതീയമോ ആയിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രീണന സ്വഭാവങ്ങൾ വാസുവേട്ടൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? നമ്മുടെ ഇന്ത്യൻ സമൂഹം ഒരു പ്രത്യേകമായിട്ടുള്ള സമൂഹമായിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതിൽ ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ സമൂഹത്തിൽ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ജാതിയെയോ മതത്തെയോ ഒക്കെ മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അതിന് ഉള്ളൊരു കാരണം ഇന്ത്യയിലെ ജാതി മഹിമയാണ്. ജാതി മാഹാത്മ്യം പുലരുന്നവരാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയും. ഇന്ത്യയിലൊരു ജാതി എന്നത് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതൊരു ദൃശ്യമാകുന്നുണ്ട്, അദൃശ്യമായും നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ ജാതിയെ മതത്തെ അഭിസംബോധന ചെയ്യലാണ് കുറെ കൂടി വളരാനും വികസിക്കാനും നിലനിൽക്കാനും ഗുണം ചെയ്യുക എന്നാണ് ഇവർ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കരുതുന്നത്. പക്ഷേ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ഒരിക്കലും ഇതിനെ സ്വീകരിക്കാനാവില്ല. അപ്പം ഞാൻ പ്രതിദാനം ചെയ്തിരുന്നൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, ഞാൻ പ്രതിദാനം ചെയ്യുന്നൊരു പ്രസ്ഥാനം എന്ന നിലയിലും പരിശോധിച്ചാൽ ആ പ്രസ്ഥാനത്തിനൊരിക്കലും ഈ ജാതിയെയോ മതത്തെയോ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം സംഘടിപ്പിക്കാനാവില്ല. കാരണം ഈ എല്ലാ ജാതി മത വിഭാഗത്തിൻ്റെയും പീഡനം അനുഭവിക്കുന്ന ജനതയുടെ പ്രാതിനിധ്യമാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും ഏതെങ്കിലും ഒരു ജാതിയുടെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമാണ് ഈ നിലനിൽക്കാനാവില്ല. എന്നാൽ എല്ലാ ജാതി വിഭാഗങ്ങളെയും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ഈ പ്രസ്ഥാനത്തിനൊരു മടിയുണ്ടാകില്ല. അത് ഒരിക്കലും എന്നെ അത്തരത്തിലൊരു പ്രയാസകരമായിട്ടത് ബാധിച്ചിട്ടില്ല. ഞാൻ കരുതുന്നതും തീർച്ചയായും ഈ ഒരു ജനാധിപത്യ മതനിരപേക്ഷ സമൂഹം പോലെയുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും മുന്നേറ്റത്തിനും ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ശാക്തീകരണം അനിവാര്യമാണെന്നാണ്. അല്ല, ഞാൻ ഈ ചോദ്യം ചോദിക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിയിലേക്ക് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ഒരു അടുത്ത ചോദ്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട സഖാക്കളെ ജനറൽ സീറ്റുകളിൽ മത്സരിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഈ സംവരണ സീറ്റുകളിലേക്ക് മാത്രമാണ് അവരെ വെക്കുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിമാരായിട്ടിരുന്ന കെ രാധാകൃഷ്ണനും ബാലൻ സഖാവും ഉൾപ്പെടെയുള്ളവർ അവരൊക്കെ മത്സരിക്കുന്നത് ജനറൽ സീറ്റിലല്ല, സംവരണ സീറ്റുകളിലാണ്. അപ്പം അതെന്തുകൊണ്ടാണ്? ഈ പട്ടിക വിഭാഗത്തിലും പട്ടികജാതി വിഭാഗത്തിലും പെടുന്ന ഒട്ടനവധി അനുഭവ സംഭവത്തുള്ള സഖാക്കൾ ഓരോ ജനറൽ സീറ്റുകളിലും ഉണ്ട്, അല്ലെങ്കിൽ ആ നിയോജക മണ്ഡലത്തിനകത്ത് ഉണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംവരണ സീറ്റുകളിലേക്ക് മാത്രം ഇവരെ ഒതുക്കി നിർത്തുന്നത്?
ജനറൽ സീറ്റുകളിൽ എന്തുകൊണ്ടാണ് മത്സരിപ്പിക്കാത്തത്? ഇതൊരു സാമാന്യമായിട്ടുള്ളൊരു ചോദ്യത്തിൽ അതൊരു ശരിയായ ചോദ്യമായിട്ട് തോന്നിപ്പോകാമെങ്കിലും ഈ ചോദ്യത്തിനകത്ത് ഒരു അസ്പൃശ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം CPM ഒരു പാർലമെന്ററി ജനാധിപത്യത്തെ സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM. പാർലമെന്ററി ജനാധിപത്യത്തെ സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ കൂടി നടത്തേണ്ടതുണ്ട്. അത് മാത്രമാണ് അവരുടെ വിപ്ലവ പ്രവർത്തനങ്ങൾ എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയല്ല CPIM. പക്ഷേ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ലഭ്യമാകുന്ന ഭരണാധികാരത്തെ ഏറ്റവും സാധാരണക്കാരന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ്. അതൊരു പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമാണ്. തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ജാതി അടിസ്ഥാനത്തിലല്ല CPM മുന്നോട്ട് വയ്ക്കണത്. ഒരു പട്ടികജാതിക്കാരനായതുകൊണ്ട് സ്ഥാനാർത്ഥിയാവാതിരിക്കുകയല്ല, അല്ലെങ്കിൽ പട്ടികവർഗക്കാരനായതുകൊണ്ട് സ്ഥാനാർത്ഥിയാവാതിരിക്കുകയല്ല CPMൻ്റെ പട്ടികയ്ക്കകത്ത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്കകത്ത് വരാതിരിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. നിരവധി ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലെ നിരവധി ഘടകങ്ങൾ, ആ നിരവധി ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് ജാതി അല്ലെങ്കിൽ മതം എന്നൊക്കെ പറഞ്ഞ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക പരിഗണിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള പട്ടികയിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റ് മതത്തിൽപ്പെട്ടവരാണോ എന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ ജാതിയിൽപ്പെട്ടവരാണോ എന്ന് നോക്കിയിട്ടല്ല ഏറ്റവും സാധ്യത ആയിട്ടുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കാണ്. എന്നാൽ ഈ പട്ടികജാതിക്കാരനായിട്ടുള്ളവൻ ജനറൽ സീറ്റിൽ മത്സരിച്ചിട്ടില്ല എന്നുള്ളതൊരു എന്ത് ധരിക്കണ്ട. അങ്ങനെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ഒരു ഘട്ടത്തിൽ അത് ജനറൽ സീറ്റിൽ മത്സരിച്ചിട്ടുള്ളത് ഒരു പട്ടികജാതി സഖാവാണ്. സംസ്ഥാന യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ദളിത വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നു. അത് CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടെ മത്സരിച്ചത്. പിന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യം വേറെ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ K. രാധാകൃഷ്ണനോ AK ബാലനും പോലെയുള്ള ആൾക്കാർ അവരംഗീകരിക്കപ്പെട്ട നേതാക്കന്മാരായി വന്നിട്ടുണ്ട്. ജനാധിപത്യ സമൂഹത്തിന് മാത്രമല്ല, അവർ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തന രംഗത്ത് ഏറ്റവും മികച്ച ഇടപെടൽ നടത്തിയിരുന്നു. അതിൽ ഓരോ മണ്ഡലങ്ങളും പരിഗണിക്കുമ്പോൾ ആ മണ്ഡലങ്ങൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ആ ചേലക്കര മണ്ഡലത്തിലെ വോട്ടറും കൂടിയാണ്. അപ്പോൾ അതും ആ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിപ്പിക്കുന്നു. അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിലും അയോഗ്യനായതുകൊണ്ടല്ല ആ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത്. അത് ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ നിൽക്കുന്നത് എന്നതാണ്. അവിടെ ജനറൽ സീറ്റാണെങ്കിലും രാധാകൃഷ്ണൻ ഏട്ടൻ ഒരുപക്ഷെ മത്സരിച്ചേക്കാം. അതുകൊണ്ട് ജാതി ആയതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാതിരിക്കുകയല്ല ചെയ്യുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ സ്ഥാനാർത്ഥി ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒരു MLA സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഒരു മണ്ഡലത്തിൽ എത്ര പ്രവർത്തകരുണ്ടാവും, എത്ര നേതാക്കന്മാരുണ്ടാവും. പക്ഷെ ഒരാളെയാണ് മത്സരിപ്പിക്കുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ പാർട്ടി അങ്ങനെ കരുതുന്നില്ല എന്നുള്ളതാണ് എൻ്റെ. അത് വ്യത്യസ്ത ഘടകങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിൽ വരുമ്പോൾ സാധ്യതയുണ്ട് എന്നുള്ളത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് വാസുവേട്ടൻ കടന്നു വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുണ്ട്. എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ യുവജന സംഘടനയുടെയും കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കർഷക തൊഴിലാളി എന്ന് പറയുന്ന ഒരു വർഗ സംഘടനയുടെയും കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു ഉത്തരേന്ത്യൻ ലോബികൾ അരങ്ങുവാഴുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് നമ്മളുടെ പല അനുഭവങ്ങളിൽ നിന്നും കേരളം വിട്ട് അങ്ങോട്ട് മാറും തോറും ജാതീയത, നേരത്തെ ചോദിച്ച ചോദ്യം പോലെ തന്നെ ജാതീയത വളരെ ശക്തമായി നിൽക്കുന്ന ഒരു ഭൂപടം ആണ് ഇന്ത്യയുടേത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ജാതീയതയുടെ ഭാഗമായിക്കൊണ്ട് വിദ്യാർത്ഥി, യുവജന, കർഷക തൊഴിലാളി സംഘടനകളിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുമ്പോൾ മാനസിക പ്രയാസം ഏതെങ്കിലും തരത്തിൽ നേരിട്ടിട്ടുണ്ടോ? ഞാൻ കേന്ദ്ര കമ്മിറ്റി എന്നുള്ള നിലയിലേക്ക് പ്രവർത്തിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വന്നിട്ടില്ല, അങ്ങനെ നടപ്പാക്കേണ്ടി വന്നിട്ടില്ല. അവിടെ ചില സംഘടനാ യോഗങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ആണ് ഉള്ളത് പ്രധാനമായിട്ട്. അവിടെയൊന്നും തന്നെ അവിടെ ഒരുപക്ഷെ ദളിതരും പിന്നോക്ക ജാതിക്കാരുമായിട്ടുള്ളവരും ഈ സംഘടനയുടെ ഉയർന്ന നേതൃത്വത്തിലുള്ളവരാണ്. പക്ഷെ ആ സമൂഹം ഒരു ജാതീയമായ മേധാവിത്വത്തിൻ്റെ ഒക്കെ ഒരു സമൂഹമായിട്ട് നമുക്ക് പലപ്പോഴും പ്രകടമായിട്ടുണ്ട്. ഈവൻ തമിഴ്നാട്ടിൽ പോലും ജാതീയ ആയിട്ടുള്ള ചില ആധിപത്യത്തിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും.
പക്ഷെ കേരളത്തിൽ സംബന്ധിച്ച് കേരളത്തിലാണ് ഞാൻ സംഘടനാ പ്രവർത്തനം പ്രധാനമായിട്ടും സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു ദളിതനായി എന്നുള്ളത് കൊണ്ട് എൻ്റെ സംഘടനയ്ക്കകത്ത് നിന്ന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും എന്നെ ആ ഘട്ടങ്ങളിലൊന്നും തന്നെ ബാധിച്ചിട്ടില്ല. വിദ്യാർത്ഥി സംഘടനാ കാലത്തായിരുന്നാലും യുവജന സംഘടനാ കാലത്തായിരുന്നാലും ഇപ്പോൾ ഇതിന് മുമ്പുള്ള വർഗ പ്രസ്ഥാനങ്ങളുടെ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും അങ്ങനെ ഒരു ജാതീയമായിട്ടുള്ള പീഡനങ്ങളോ ആക്ഷേപങ്ങളോ ഒരു സംഘടനാ തലത്തിൽ ഉയർന്നു വന്നതായിട്ട് എനിക്കറിയില്ല. പക്ഷെ സമൂഹത്തിൽ ജാതിയുണ്ട് എന്നത് പ്രകടമാകുകയാണ്. അത് പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെടുന്ന പല. വാസേട്ടാ, ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര ലോകം ഏറെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഉന്നത കുലജാതൻ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ഈ അടുത്ത് പറയുകയുണ്ടായി. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ടവൻ്റെയും പണിയാളൻ്റെയും പട്ടിക വിഭാഗത്തിൽപ്പെട്ടവൻ്റെയും ക്ഷേമങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഈ ഉന്നത കുലജാതരായിട്ടുള്ള അല്ലെങ്കിൽ ഏറെ മുകളിൽ നിൽക്കുന്ന ജാതിയിൽപ്പെട്ടവരാണ് ഈ പണിയാളൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആക്ഷനുകളിൽ നേതാവായി വരേണ്ടത് എന്ന് ഈ അടുത്ത കാലത്ത് പറയുകയുണ്ടായി. അപ്പോൾ പട്ടികജാതി പട്ടികക്ഷേമ കമ്മീഷൻ അംഗം എന്ന രീതിയിൽ ആ ചോദ്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?